നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന CPIM കേന്ദ്ര കമ്മിറ്റി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രമേയം പാസാക്കി. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ ഈ NTA പിരിച്ചുവിടണമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അവന്തിക, ഇന്ന് ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗമാണ് NTA പിരിച്ചുവിടണം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ആ പ്രമേയത്തിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് 2017 NTA രൂപീകരിച്ചത് മുതൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഏകദേശം 4ഓളം സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയ വിവാദം ഈ NTA പ്രതിസ്ഥാനത്ത് വരികയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലടക്കം പലതവണ കേസുകൾ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നേരത്തേക്ക് തന്നെ ഇന്ത്യ പറഞ്ഞത് ഇനി ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ത്യ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും ഇത്തവണത്തെ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച വലിയ തലത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിട്ടുണ്ട്. നീറ്റ് എക്സാം പൂർണ്ണമായി പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനമൊക്കെ വന്നിരുന്നു. ഇതിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് യാതൊരു വിശ്വാസ്യതയുമില്ലാത്ത NTA തിരിച്ചുവരണമെന്ന പ്രമേയം CPIM കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. അവന്തിക. ശരി, വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.